നമസ്കാരം കൂട്ടുകാരെ. ഇന്നത്തെ എൻ്റെ റെസിപ്പി മഴയും തണുപ്പും ഒക്കെ ഉള്ളപ്പം കർക്കിടകത്തിൽ കുടിക്കാൻ പറ്റുന്ന ഒരു കർക്കിടക കഞ്ഞിയുടെയാണ്. സാധാരണ അരി വെച്ചാണ് ഉണ്ടാക്കുന്നത്. വീഡിയോ കണ്ടു നോക്കൂ, ഇതിലെന്താണ് ചേഞ്ചെന്ന്. വെസ്റ്റേൺ നാടൻ റെസിപ്പിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അരി വെച്ചുണ്ടാക്കുന്ന കർക്കിടക കഞ്ഞിയിലും വളരെ രുചികരമാണ്. ഡയബറ്റിക് പേഷ്യൻസിനും ഇത് കഴിക്കാൻ പറ്റും. വളരെ ഹെൽത്തി, രുചികരം, നല്ല ന്യൂട്രീഷ്യസ് ആയിട്ടുള്ള ഒരു റെസിപ്പിയാണിത്. ഇതിനായിട്ട് 1 കപ്പ് നുറുക്ക് ഗോതമ്പും 1/2 കപ്പ് ചെറുപയറുമാണ് എടുത്തിരിക്കുന്നത്. ഇത് നന്നായിട്ട് വാഷ് ചെയ്ത് ഒരു 7 മണിക്കൂർ കുതിർത്തെടുക്കുക. 7 മണിക്കൂർ കഴിഞ്ഞ് ഇത് കുതിർന്ന് വന്നിട്ടുണ്ട്. ഇത് ഒരു പ്രഷർ കുക്കറിലേക്ക് ട്രാൻസ്ഫർ ചെയ്യാം. 1 കപ്പ് നുറുക്ക് ഗോതമ്പിന് ഞാൻ എടുത്തിരിക്കുന്നത് 4 കപ്പ് വെള്ളമാണ്. ഇത് 1 വിസിൽ ഹൈ ഫ്ലെയിമിലും 3 വിസിൽ ലോ ഫ്ലെയിമിലും ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കുക. എന്നിട്ട് ഇതിൻ്റെ ആവി പോയി നന്നായിട്ട് തണുക്കുന്നത് വരെ അവിടെ റെസ്റ്റ് ചെയ്യുക. ഇനി അരയ്ക്കാനായിട്ട് ആവശ്യമുള്ള സാധനങ്ങൾ: 1/2 കപ്പ് തേങ്ങ, 1/2 ടീസ്പൂൺ ജീരകം, 3 അല്ലി വെളുത്തുള്ളി. ഇത്രയും ഇൻഗ്രീഡിയൻസ് നന്നായിട്ടിവിടെ അരച്ചെടുത്തിട്ടുണ്ട്. ഇപ്പോൾ പ്രഷർ കുക്കറിലെ പ്രഷറൊക്കെ ഫുള്ള് പോയി ഇത് ഞാനൊന്ന് മിക്സ് ചെയ്യാൻ പോവാണ്. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് എടുക്കുക. നന്നായിട്ടിവിടെ വെന്ത് വന്നിട്ടുണ്ട്. ഇതിനെയും സ്റ്റൗവിലേക്ക് മാറ്റി ഒന്നുകൂടി ഒന്ന് ചെറുതായിട്ട് ചൂടാക്കുക. അതിലേക്ക് നമ്മൾ അരച്ച് വെച്ചിരിക്കുന്ന തേങ്ങയും കൂടെ ചേർത്ത് കൊടുക്കുക. അരപ്പ് ചേർത്തതിന് ശേഷം ഒരിക്കലും തിളയ്ക്കാനായിട്ട് ഇടയാകരുത്. ഒരു ലോ ഹീറ്റിൽ ഒരു 7 മിനിറ്റോളം നന്നായിട്ടൊന്ന് ചൂടാക്കി എടുക്കുക. ഈ തേങ്ങ അരച്ചത് ഇതിലേക്ക് നന്നായിട്ടൊന്ന് യോജിച്ച് വരാനായിട്ടാണ്. കർക്കിടക കഞ്ഞി അരി കൊണ്ട് മാത്രം ഉണ്ടാക്കിയവർ ഇതുപോലെ നുറുക്ക് ഗോതമ്പും കൂടെ ഒന്ന് ഉണ്ടാക്കി ട്രൈ ചെയ്യുക. ഇനി ഇതിനായിട്ട് ചേർക്കേണ്ടത് ഒരു താളിപ്പാണ്. അത് നിർബന്ധമായിട്ടും അത് നെയ്യിലാണ് ആ താളിപ്പ് ഉണ്ടാക്കേണ്ടത്. 2 ടേബിൾ സ്പൂൺ നെയ്യ്, ഇതിലേക്ക് 10 ചുമന്നുള്ളി അരിഞ്ഞതും കൂടെ ചേർത്ത് കൊടുക്കുക. ഇവിടെ മൂത്ത് വന്നിട്ടുണ്ട്. ഇത് ഈ കഞ്ഞിയിലേക്ക് ചേർത്ത് കൊടുക്കുക. ചൂടോടെ തന്നെ എല്ലാം കൂടെ ഇളക്കി യോജിപ്പിച്ച് കഴിക്കാവുന്നതാണ്. ഈ ഹെൽത്തി ആൻഡ് ഈസി റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. ഡയബറ്റിക് പേഷ്യൻസിന് പ്രത്യേകം ഇത് കഴിക്കാവുന്നതാണ്. കാരണം ഷുഗർ അധികം കൂടത്തില്ല. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ഒരു ലൈക്ക് തരാനായിട്ട് മറക്കരുതേ കൂട്ടുകാരെ. ആദ്യമായിട്ട് കാണുന്നവരെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്. സൈനിങ് ഓഫ് ഷൈന തോമസ്. ഉടനെ തന്നെ പുതിയ വീഡിയോയുമായിട്ട് നിങ്ങളുടെ അരികിലേക്ക് വരുന്നതായിരിക്കും. താങ്ക് യു.